ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇന്ന് ലോങ് വീഡിയോ ആണ്. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എല്ലാം ഒരു ജഗപുകയല്ലേ, എന്താണ് ഏതാണ്. പക്ഷേ സൺഡേ ആണെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടുതൽ ഉറങ്ങാൻ തോന്നും, ഒരു പ്ലാനിങ് കാണത്തില്ല, വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്ന്. പക്ഷേ തലേ ദിവസം തന്നെ മാവ് മേടിച്ച് വെച്ചപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു രാവിലെ തട്ടുദോശ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാം, ഒരു ചമ്മന്തിയും കൂട്ടാമെന്ന്. പിന്നെ വിചാരിച്ചു പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറ്റിയേക്കാമെന്ന്. അങ്ങനെ മസാല ദോശയായി. അപ്പോൾ മസാല ദോശയ്ക്ക് എന്താ വേണ്ടത്? മസാല. ഫസ്റ്റ് തന്നെ മസാല സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടൊരു കുക്കറിൽ 2 ഉരുളക്കിഴങ്ങും 2 സവാളയും ഒരു വലിയ ക്യാരറ്റും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. അതിനുശേഷം അത് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടാണ് കേട്ടോ വേവിച്ച് അത് വെന്ത് വരട്ടെ എന്ന് വിചാരിച്ചു. അത് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ മുറ്റത്തെ നമ്മൾ മല്ലിയിലേക്കൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ളൊരു ഇലയുണ്ട്, അത് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നമ്മൾ മല്ലിയിലില്ലാത്തതിൻ്റെ കുറവ് നേരത്തുനിന്ന് ഈ ഇല വെച്ചാൽ പിച്ച് അതിൻ്റെ പകുതി മുക്കാലും തീർന്നു. ഞാനത് പിച്ചാനിറങ്ങുന്ന കണ്ടപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞാണെങ്കിൽ അവൾക്ക് എന്തൊക്കെയോ പിച്ചണം. അങ്ങനെ അവൾ വെളിയിൽ പോയി ഏതൊക്കെയോ ഇല പിച്ചിക്കൊണ്ട് വന്നു. ഞാനങ്ങനെ വിചാരിച്ചത്. അടുത്ത് വന്നപ്പോഴത്തേക്കും വിചാരിച്ചു, ഏതാണ്ടൊരു ഇല, അതിലിടേണ്ടി വരുമല്ലോ, ഇട്ടില്ലെങ്കിൽ ഇനി കരയും എന്നെല്ലാം വിചാരിച്ചു. പക്ഷെ കൊണ്ട് തന്നപ്പോഴത്തേക്കും കറിവേപ്പിലായിരുന്നു കേട്ടോ. കറിവേപ്പിലയെന്ന് പറഞ്ഞാൽ അതാണ്ട് ഇത്ര കറിവേപ്പില. അതൊക്കെ പിച്ചിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ കിഴങ്ങും സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് ഇനി മാറ്റി വെച്ചു. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഉടക്കണ്ടേ. അപ്പോൾ ഞാനിന്ന് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നില്ല, ബട്ടറിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യണമല്ലോ, മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടു. അതിനുശേഷം ഞാൻ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്ന ഒരു 2 വെളുത്തുള്ളിയും ഒരു 3 കാന്താരിമുളകുമാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അതിനുശേഷം അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. കാരണം കറിവേപ്പില ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിലേ അതൊരു ടേസ്റ്റുള്ളൂ, അതാണല്ലോ ശാസ്ത്രം. അതിനുശേഷം നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്തു. കാരണം ഇതിൽ വെള്ളം ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ, വെള്ളം അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തു. കാരണം നന്നായിട്ടൊന്ന് അരപ്പ് പിടിച്ച് സെറ്റായി വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പം ഞാൻ അതിൻ്റെ ആ വെള്ളം വറ്റി വരുന്ന വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇല്ലാത്തവർക്ക് ഏത് മസാല ആണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാൻ ചിക്കൻ മസാല ഉള്ളതുകൊണ്ട് ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. നന്നായിട്ട് ഇളക്കി ആ വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചെടുത്തു. അപ്പോഴേ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ ദോശയും കിഴങ്ങേറിയും കഴിക്കുന്ന പോലെ ഇരിക്കും, അത്രേ ഉള്ളൂ. അതിനുശേഷം അതിൻ്റെ ആ ഒരു വെള്ളം കംപ്ലീറ്റ് വറ്റി വന്നതിന് ശേഷം ഞാൻ ഫ്രഷ് ക്രീം ആഡ് ചെയ്തു. ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ കുറച്ച് നല്ല റിച്ച് ഫ്ലേവറാവും, നല്ല റിച്ച് ടേസ്റ്റും ആവും. ഫ്രഷ് ക്രീം ഇല്ലാത്തവർക്ക് തേങ്ങാപ്പാൽ കട്ടി ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം അത് സെറ്റായി വന്നപ്പോഴത്തേക്കും നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ഇലകളൊക്കെ ഇല്ലേ, അതൊക്കെ കൂടെ അങ്ങ് പിച്ച് അങ്ങ് ഇട്ട് കൊടുത്തു. അപ്പം നമ്മുടെ മസാലയുടെ പരിപാടി സെറ്റായേ. ഇനി ദോശയുടെ പരിപാടി. ദോശ മുറിഞ്ഞു പോയാലോ, മസാല കൊണ്ട് പ്രയോജനമൊന്നുമില്ല, പിന്നെ ദോശയുടെ പുറത്ത് വെച്ച് കഴിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ദോശയൊക്കെ കറക്റ്റായിട്ട് ചുട്ടുകൊടുത്തു. അടിപൊളിയായിട്ട് ദോശയും ചുട്ടെടുത്തു. അതിനുശേഷം ആ ഒരു ദോശ മാവൊന്ന് ഒഴിച്ചതിന് ശേഷം ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു പരിവായി. അപ്പോഴത്തേക്കും ഞാൻ ആ ബട്ടറും കൂടി ഇട്ട് കൊടുത്തു. ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മസാല എല്ലാം അതിൽ വെച്ച് ഫിൽ ചെയ്ത് കൊടുത്തു. നന്നായിട്ട് സെറ്റായി. അതിനുശേഷം ഒരു ക്രിസ്പിനെസ് വേണമല്ലോ ദോശയ്ക്ക്, അല്ലെങ്കിൽ എന്താ, അതിന് വേണ്ടിയിട്ടാണ് ബട്ടർ ഇട്ടത്. അപ്പം നല്ല രീതിയിൽ മടക്കി എടുത്തിട്ട് മാറ്റി. അങ്ങനെ നമ്മുടെ ഓരോരോ ദോശകളായിട്ട് ചുട്ട് മാറ്റി. നമ്മുടെ ദോശകൾ ചുട്ടെടുക്കുന്ന ടൈമിൽ തന്നെ ഇങ്ങനെ ആലോചിച്ചു, സൈഡ് ഡിഷ് എന്തെങ്കിലും വേണോ അതോ ഇത് മതിയോ. അപ്പോഴത്തേക്കും വിചാരിച്ചു, വേണ്ട, കൂടുതൽ ആഡംബരമൊന്നും വേണ്ട, ഇതൊക്കെ തന്നെ മതി, ധാരാളം. പിന്നെയും വിചാരിച്ചു ആയേക്കാം, ടേസ്റ്റ് ആണെങ്കിലോ ചിലപ്പം. അങ്ങനെ എന്ത് ചെയ്തു, അത് അവിടെ വേവുന്ന ടൈമിൽ, ആ ദോശയ്ക്ക് എല്ലാം വേവുന്ന ടൈമിൽ ഒരു ചമ്മന്തി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ചമ്മന്തി, ഒരു തേങ്ങാ ചമ്മന്തി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ മാവ് ദോശയും ചുട്ടെടുക്കുന്ന ടൈമിലുണ്ടല്ലോ, ഇത് മടക്കുന്ന ടൈമിൽ അതിൻ്റെ ആ ഒരു നടുക്കത്തെ ഭാഗം ഉണ്ടല്ലോ, അത് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയണ്ടേ, നമ്മൾ ദോശ ചുട്ടെടുക്കുമ്പോൾ കുറച്ച് ആ ഒരു നടുഭാഗം കുറച്ച് കട്ടിയായിട്ട് ചുട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒടിഞ്ഞൊടിഞ്ഞ ആ ഒരു പരുവത്തിലാവും. പിന്നെ ക്രിസ്പി ആയിട്ടുള്ള ദോശയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ചില ടൈമിൽ അത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഒടിഞ്ഞാലും ഇല്ലേലും ഒടിച്ച് തന്നെയാണ് കഴിക്കേണ്ടതെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമാകത്തില്ല. അപ്പോൾ നമ്മുടെ ദോശയെല്ലാം സെറ്റായി അവിടെ എടുത്തു വെച്ചു. അതിനുശേഷം നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ തിരികെ അതിലേക്കൊരു 3 ചെറിയ ഉള്ളി, അതിനുശേഷം കുറച്ച് കറിവേപ്പില, കുറച്ച്
ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. അതിനുശേഷം ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ട് കുറച്ച് കടുക് താളിച്ചു. അതിനകത്തേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി. എന്നിട്ട് ഇത് ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തു. ഇളക്കി കൊടുത്തതിന് ശേഷം അതങ്ങ് ഓഫായി ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ചമ്മന്തിയും റെഡിയായി. ഇനി എന്താ വേണ്ടേ? കഴിക്കൽ തന്നെ. അടിപൊളിയായിട്ടുള്ള നമ്മുടെ ദോശയും അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഇതുപോലെ ഒരുപാട് മസാല ഇല്ലാത്ത ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വയറിന് നല്ല സുഖമായിരിക്കും. അപ്പോൾ പിന്നെ നമ്മുടെ മസാല ദോശ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് മാവുണ്ടായിരുന്നു. മസാല തീർന്നു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച് തട്ട് ദോശയാക്കാം, ചമ്മന്തിയും കൂട്ടി അടിക്കാമല്ലോ. അങ്ങനെ ചമ്മന്തിയും കൂട്ടി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തട്ട് ദോശയും റെഡി. അങ്ങനെ തട്ട് ദോശയും മസാല ദോശയും ചമ്മന്തിയൊക്കെ ആയിട്ട് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. നമ്മൾ ഇനി അടുത്ത ദിവസം ഇനി എന്താണെന്നുള്ള ചിന്താഗതിയാണോ, രാവിലത്തെ കാര്യം തന്നെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടിയിട്ട് പ്രത്യേകം ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.